Good afternoon. Good afternoon, Miss. Ma'am. Good afternoon. Good afternoon, Miss. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? Sugam. Okay. Good afternoon, ma'am. Good afternoon. ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മൾ പുതിയ ചാപ്റ്റർ ആണ് എടുക്കുന്നത്, ഹൗസ് കീപ്പിംഗ് സർവീസസ്. എല്ലാരും ചാപ്റ്റർ എടുത്ത് വയ്ക്കുക കേട്ടോ. ഹൗസ് കീപ്പിംഗ് സർവീസസ് മൊഡ്യൂൾ 4 ഇതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാ ഫസ്റ്റ് പേജ് കേട്ടോ.
കഴിഞ്ഞു? എല്ലാവരുടെയും കഴിഞ്ഞോ? ഓക്കെ, അപ്പോ ഹൗസ് കീപ്പിംഗ് സർവീസ് അല്ലെ, എല്ലാ ഹോസ്പിറ്റലിലും ഉള്ള ഒരു സർവീസ് ആണ് അല്ലെ. എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് ചെന്ന് കാണാൻ പറ്റില്ലേ? അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ കാണാൻ പറ്റും അല്ലെ. ഹൗസ് കീപ്പിംഗ് ചെയ്യുന്ന കാണാൻ പറ്റും. അപ്പൊ നമുക്കതൊന്ന് നോക്കാം എന്തൊക്കെയാ പറയുന്നതെന്ന് കേട്ടോ. ഇൻട്രൊഡക്ഷൻ. എ പേഷ്യന്റ് കമ്മിങ് ഫോർ ദ ഫസ്റ്റ് ടൈം ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം ടു എ ഹോസ്പിറ്റൽ വെൻ വെൽക്കം ദ tidy environment as well as elegant feelings lessen half of his misery and increase his confidence in the hospital. Housekeeping services, otherwise called environmental services, are very important in providing a safe, clean, pleasant, orderly and functional environment for both the patient and the hospital officials. അതായത് ഒരു പേഷ്യന്റ് ഫസ്റ്റ് ടൈം ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് ഒരു നല്ല നീറ്റ് ആയിട്ടുള്ളതും വൃത്തിയുള്ളതും അതുപോലെ ബ്യൂട്ടിഫുള്ളും ആയിട്ടുള്ള, അതായത് വളരെ മനോഹരവുമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്, ഒരു അന്തരീക്ഷമാണ് കാണുന്നതെങ്കിൽ പേഷ്യന്റിന്റെ വിഷമം കുറയുകയും ആശുപത്രിയിലുള്ള വിശ്വാസം പേഷ്യന്റിന് വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് വളരെ നീറ്റ് ആയിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് രോഗമുണ്ട് എങ്കിൽ കൂടിയും അത് കാണുമ്പോൾ കുറച്ചൊക്കെ ഒരു ആശ്വാസം തോന്നാറുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാ? തോന്നാറുണ്ട് അല്ലേ? യെസ്, എല്ലാവർക്കും തോന്നാറുണ്ട്. നമ്മൾ അങ്ങനെയാണ്. അതായത് നമ്മൾക്ക് ചിലപ്പോൾ ഭയങ്കര അസുഖം അല്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ ചെല്ലുന്ന സമയത്ത്. അപ്പൊ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഈ വിഷമങ്ങളോ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. അപ്പൊ നമ്മൾ വൃത്തിയില്ലാത്തതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ആണ് അവിടെ നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ വിഷമം ഒന്നുകൂടി കൂടെയുള്ളൂ അല്ലെ. പക്ഷെ നല്ല വൃത്തിയുള്ളതും അല്ലെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ കാണുന്നതെങ്കിൽ പേഷ്യന്റിന്റെ വിഷമം കുറയ്ക്കാനും അതുപോലെ തന്നെ ആശുപത്രിയിലുള്ള പേഷ്യന്റിന്റെ വിശ്വാസം കൂട്ടാനും ഇത് സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് സർവീസിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? എൻവയൺമെന്റൽ സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഹൗസ് കീപ്പിംഗ് സർവീസ് അതർവൈസ് നോൺ ആസ് എൻവയൺമെന്റൽ സർവീസസ്. ഈ എൻവയറോൺമെന്റൽ സർവീസും ഹൗസ് കീപ്പിംഗ് സർവീസും ഒന്ന് തന്നെയാണ് കേട്ടോ, ഒരേ പേര് തന്നെയാണ്. ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ മറ്റൊരു പേരാണ് എന്ത്? എൻവയറോൺമെന്റൽ സർവീസ്. ഹൗസ് കീപ്പിംഗ് സർവീസ് പേഷ്യന്റിനും ആശുപത്രിയിലെ സ്റ്റാഫുകൾക്കും വളരെ സേഫ് ആയിട്ടുള്ളതും വളരെ വൃത്തിയായിട്ടുള്ളതും അതുപോലെ നല്ല അറേഞ്ച്മെന്റോട് കൂടിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിൽ വളരെ പ്രധാനമാണ്. അപ്പൊ ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ത് സേവനമാണ് നൽകുന്നത്? അവിടെ വരുന്ന പേഷ്യൻസിനും അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിനും വളരെ നീറ്റ് ആയിട്ടുള്ളതും വളരെ ക്ലീൻ ആയിട്ടുള്ളതും വെൽ അറേഞ്ച്ഡുമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിൽ വളരെ പ്രാധാന്യം അർഹിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്. ഓക്കെ, അപ്പോ പേഷ്യന്റ് ഫസ്റ്റ് ടൈം വരുന്ന സമയത്ത് എന്താണ്? പേഷ്യന്റിന്റെ വിഷമം കുറയ്ക്കാനും അതുപോലെ തന്നെ പേഷ്യന്റിന് ആ ഹോസ്പിറ്റലിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാക്കാനും ഒക്കെ വളരെ വൃത്തിയുള്ളതായിട്ടുള്ള ഒരു അന്തരീക്ഷം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ സഹായിക്കും. ഇനി ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ മറ്റൊരു പേരാണെന്ത്? എൻവയൺമെന്റൽ സർവീസ് എന്ന് പറയുന്നത്. അവിടെ വരുന്ന പേഷ്യൻസിനും അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിനും വളരെ സെക്യൂർ ആയിട്ടുള്ളതും വളരെ നീറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഹൗസ് കീപ്പിംഗ് സർവീസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. The three important housekeeping tasks in hospitals consist of the following. അതായത് 3 പ്രധാനപ്പെട്ട ടാസ്കുകൾ ഉണ്ട് ഹൗസ് കീപ്പിംഗ് സർവീസിൽ. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, to clean and sanitizing high touch surface in patient rooms and rest rooms. എന്താ പറയുന്നേ? അതായത് ഒരു രോഗിയുടെ അതായത് പേഷ്യൻസിന്റെ മുറികളിലും അതുപോലെ തന്നെ ടോയ്ലറ്റുകൾ, അതായത് പേഷ്യന്റ് റൂംസ് ആയാലും റെസ്റ്റ് റൂംസ് ടോയ്ലറ്റുകളായാലും കൂടുതൽ ടച്ച് ചെയ്യുന്ന ഭാഗത്തൊക്കെ, അതായത് സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ
നല്ല രീതിയിൽ എന്ത് ചെയ്യണം, കൂടുതൽ വൃത്തിയാക്കുകയും അണുവിമുക്തമാക്കുകയും ചെയ്യണം. അപ്പൊ പേഷ്യന്റിന്റെ മുറികളിലായാലും പേഷ്യന്റ് യൂസ് ചെയ്യുന്ന ടോയ്ലറ്റുകളിലായാലും എവിടെയൊക്കെയാണ് അവർ ടച്ച് ചെയ്യുന്നത് ആ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ക്ലീൻ ആക്കണം, ഡിസിൻഫെക്ട് ചെയ്യണം. ഈ സ്പർശിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞ എന്തുകൊണ്ട് അത് എടുത്തു പറയാനായിട്ട് കാരണം, ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളിൽ നിന്ന് എന്തുകൊണ്ടായിരിക്കും? ടച്ച് ചെയ്താലാണ് എന്തുണ്ടാവുക, അണുക്കൾ പകരുന്നത് എങ്ങനെയാ? ടച്ചിങ്ങിലൂടെയല്ലേ, എയർ ഡ്രോപ്സിലൂടെയും ടച്ചിങ്ങിലൂടെയും ഇൻഫെക്ഷൻ ഉണ്ടാവും അല്ലെ, ഈ ടച്ച് ചെയ്യുന്ന ഭാഗത്തൊക്കെ. അപ്പൊ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ റൂമുകളും റെസ്റ്റ് റൂമുകളും ഒക്കെ എന്ത് ചെയ്യണം, ടച്ച് ചെയ്യുന്ന സർഫേസ് ആണെങ്കിൽ അവിടെയൊക്കെ വൃത്തിയാക്കുകയും ഡിസിൻഫെക്ട് ചെയ്യുകയും വേണം. The next one, to fill up empty paper towels, soap container and office supplies. അതായത് എംപ്റ്റി ആയിട്ടുള്ള, അതായത് പേപ്പർ ടവലുകൾ, അതുപോലെ തന്നെ പേപ്പർ ടവൽസ്, പിന്നെ സോപ്പ് കണ്ടെയ്നർ, പിന്നെ ഓഫീസ് സപ്ലൈസ്. അതായത് നമുക്കറിയാം എവിടെയെങ്കിലും ഒഴിഞ്ഞു കിടക്കുവാണെങ്കിൽ, ഇപ്പോ പേഷ്യന്റ് യൂസ് ചെയ്യുന്ന റൂം, ആ യൂസ് ചെയ്യുന്ന റൂമില് ഇപ്പൊ സോപ്പിന്റെ പാത്രത്തിൽ സോപ്പില്ലെന്ന് വിചാരിക്കാം, ടവലിന്റെ ഭാഗത്ത് ടവലില്ലെന്ന് വിചാരിക്കാം, എല്ലാം എംപ്റ്റി ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ അവിടെ പുതിയത് വന്ന് ഫില്ല് ചെയ്യാനായിട്ട് ആർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്? ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ. എന്തെങ്കിലും ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ആ എംപ്റ്റി, ആ ഒരു എന്താ പറയുക, അവര് ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലം അവര് ഫില്ല് ചെയ്യില്ലേ? നമുക്കറിയാവുന്നതല്ലേ. നമ്മളൊക്കെ ഹോസ്പിറ്റലില് റൂംസിലൊക്കെ താമസിക്കുന്ന, അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൂമിലൊക്കെ ആണെങ്കിൽ റൂമിൽ എന്തെങ്കിലുമൊക്കെ ആബ്സെൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എംപ്റ്റി ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അവര് വന്നിട്ട് എന്ത് ചെയ്യും, അത് ഫില്ല് ചെയ്ത് തരും അല്ലെ. ആണോ? ഇല്ലേ? ചെയ്തു തരില്ലേ? യെസ്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹൗസ് കീപ്പിംഗ് സർവീസസ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓഫീസ് സപ്ലൈസ് ആണെങ്കിലും ഓഫീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ എംപ്റ്റി ആയിട്ടൊക്കെ കിടക്കുവാണെങ്കിൽ അത് ഫില്ല് ചെയ്യാനും ഇവര് ശ്രമിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. എന്താണ്? അതായത് ഹോസ്പിറ്റൽ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാന്നുള്ളതും ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, നമുക്കറിയാം ഹോസ്പിറ്റൽ വേസ്റ്റുകൾ ധാരാളം ഉണ്ടല്ലേ. നമ്മളൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? കുറെ ഡിസിൻഫെക്ഷൻ മെത്തേഡുകളൊക്കെ ഇല്ലേ, പഠിച്ചിട്ടില്ലായില്ലേ? മറ്റേ നമ്മുടെ ഓർമ്മ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിലാണെന്ന്? ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇൻസറേറ്ററിലൊക്കെ നമ്മള് പൈറോളിസിസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? ഓർമ്മ കിട്ടുന്നില്ല? ഓക്കെ, അപ്പൊ ഹൗസ് കീപ്പിംഗ് സർവീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഓർമ്മ കിട്ടുന്നുണ്ട് അല്ലെ, വേസ്റ്റുകൾ, അതായത് അത് നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? 3 ഇമ്പോർട്ടന്റ് ഹൗസ് കീപ്പിംഗ് ടാസ്ക് നമ്മൾ പറഞ്ഞു. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. എന്താണ് ഹൗസ് കീപ്പിംഗിന്റെ പ്രാധാന്യം, എന്താണ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയൺമെന്റ്. അതായത് വൃത്തിയുള്ള എൻവയൺമെന്റ് നൽകുന്നു. അതാണ് ഫസ്റ്റ് കേട്ടോ, നല്ല വൃത്തിയുള്ള എൻവയൺമെന്റ് നൽകുന്നുണ്ട്. രണ്ടാമത്തത്, ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റുന്നു. അതായത് ഇവരുടെ ജോലി എന്താണ്? ക്ലീൻ ചെയ്യാൻ, നീറ്റ് ആക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ സൊസൈറ്റിയുടെ പ്രതീക്ഷകൾ, അവരുടെ ഹോപ്പുകളാണ് എന്ത് ചെയ്യുന്നത്? നിറവേറ്റുന്നത്. നെക്സ്റ്റ്, ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഇനി ആശുപത്രിയുടെ റെപ്യൂട്ടേഷൻ നിലനിർത്താനായിട്ട് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ആര്? ഹൗസ് കീപ്പിംഗ് സർവീസ്. ദെൻ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. അണുബാധ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. അണുബാധകള്, ഇൻഫെക്ഷൻ ഒക്കെ നിയന്ത്രിക്കാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഹൗസ് കീപ്പിംഗ് സർവീസ് ആണ് സഹായിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ദ നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. എന്താണ് പ്രധാനപ്പെട്ട ഹൗസ് കീപ്പിംഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കോമൺ സാനിറ്റേഷൻ, ക്ലീൻലിനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയൺമെന്റ്. നല്ല രീതിയിൽ എന്താ പറയാ, നല്ല രീതിയിൽ നീറ്റ് ആയിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള, അല്ലെങ്കിൽ നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് പേഷ്യൻസ് ആയാലും സ്റ്റാഫുകളായാലും ഒക്കെ അവിടെയുള്ള സമയത്ത് എന്ത് ചെയ്യണം? ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള, വളരെ വൃത്തിയായിട്ടുള്ള, വളരെ ശുചിത്വമുള്ളതായിട്ടുള്ള ഒരു നല്ലൊരു എൻവയൺമെന്റ് ഒരുക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് പോയിന്റ്.
Then രണ്ടാമത്തെ പോയിന്റ്, ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് വളരെ എന്താ പറയാ പൊളൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. Then മൂന്നാമത്തത്, ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ പാർട്ടി റിലേഷൻ. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ നല്ല ബന്ധം നിലനിർത്തുക. അതായത് പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ, അത് തമ്മിൽ എന്ത് ചെയ്യണം? നല്ല ബന്ധം നിലനിർത്തേണ്ടതുണ്ട്. The next one, ensuring safety of staff, patient and relatives. അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ സുരക്ഷ ഉറപ്പാക്കുക, രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുക, പിന്നെ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ഒക്കെ സുരക്ഷ ഉറപ്പാക്കേണ്ടതും ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. Then next one, quality restraining of sanitary equipments and cleaning agents. അതുപോലെ തന്നെ വൃത്തിയാക്കുന്ന ശുചീകരണ ഉപകരണങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലീനിങ് വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉണ്ട്, അതുപോലെ തന്നെ ധാരാളം എക്യുപ്മെന്റുകൾ ഉണ്ട്. ഇവയുടെ ഗുണനിലവാരം എത്രമാത്രം അവയ്ക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അത് ഹൗസ് കീപ്പിംഗ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഹൗസ് കീപ്പിങ്ങിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകള്, അതിനുപയോഗിക്കുന്ന സാധനങ്ങള്, അതിനുപയോഗിക്കുന്ന വസ്തുക്കള്, ഇതിനകത്തൊക്കെ എന്തുണ്ടായിരിക്കണം? നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഹൗസ് കീപ്പിംഗ് സർവീസ് ആണ്. ഇവരുടെ ഒബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് വൺ, പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ കാര്യങ്ങളാണോ അതൊക്കെ ഡോക്യുമെന്റേഷൻ പൂർത്തിയാക്കിയിരിക്കണം. അതായത് എല്ലാം റെക്കോർഡിക്കലായിരിക്കണം. തീരെ എന്താ പറയാ, ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള ജോലിയാണെന്ന് കരുതി തോന്നിയ പോലെ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. എല്ലാം റെക്കോർഡിക്കലായിരിക്കണം. അതുപോലെ തന്നെ സ്റ്റാഫുകളിൽ നിന്നായാലും പേഷ്യൻസിൽ നിന്നായാലും ഫീഡ്ബാക്കുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ഹൗസ് കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് നോക്കാം. Housekeeping attends all areas and departments of the hospital. Though may be situated in a non-prime area, it should be as far as possible centrally located and close to the vertical transport system to make way for easy movement of housekeeping materials and equipments. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഹൗസ് കീപ്പിംഗ് അതായത് എവിടെയായിരിക്കണം ഇതിന്റെ ലൊക്കേഷൻ എന്നാണ് കേട്ടോ പറയുന്നത്. അതായത് ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുന്നത് ആശുപത്രിയിലെ എല്ലാത്തരം വിഭാഗങ്ങൾക്കും സേവനം നൽകുന്നതാണ് അല്ലെ. ഇന്ന വിഭാഗം എന്നുണ്ടോ ഹൗസ് കീപ്പിംഗ് സർവീസ് ജോലി ചെയ്യാൻ പാടുള്ളൂ, ഇന്ന വിഭാഗത്തിന് അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിന് മാത്രമാണെന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? എല്ലാ മുക്കും മൂലയും അല്ലെ, ഹോസ്പിറ്റലിന്റെ എല്ലാ തരത്തിലുള്ള ഏരിയകളിലും ആര് ജോലി ചെയ്തിരിക്കണം? ഹൗസ് കീപ്പിംഗ് സർവീസുമായി ബന്ധപ്പെട്ട ആളുകൾ എന്ത് ചെയ്തിരിക്കണം? ജോലി ചെയ്തിരിക്കണം അല്ലെ. ഓക്കെ, അപ്പോ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആശുപത്രിയിലെ എല്ലാ വിഭാഗങ്ങൾക്കും സേവനം നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് പ്രധാന ഭാഗത്തല്ലെങ്കിൽ കൂടിയും, അതായത് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഇതിന്റെ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് പ്രധാന ഭാഗത്തൊക്കെ, അതായത് സെൻട്രൽ പോയിന്റിൽ അല്ലെങ്കിൽ കൂടിയും സെൻട്രൽ പോയിന്റിനടുത്തായി ലിഫ്റ്റ് പോലുള്ള സൗകര്യങ്ങൾക്ക് സമീപത്തായിരിക്കണം. അപ്പോ സെൻട്രൽ പോയിന്റിലല്ല, പക്ഷെ അതിനടുത്തായിട്ട് ലിഫ്റ്റിന്റെ ഒക്കെ അടുത്തായിട്ടായിരിക്കണം ഇതൊരു ഫംഗ്ഷൻ വരേണ്ടത്. അതുപോലെ തന്നെ ഇതിനുപയോഗിക്കുന്ന എക്യുപ്മെന്റുകള്, അതുപോലെ തന്നെ സാധനങ്ങള്, ഇതൊക്കെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം ഇതിന്റെ കേന്ദ്രഭാഗം ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അതുപോലെ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ മറ്റുമൊക്കെ എന്ത് ചെയ്യണം? കേന്ദ്രഭാഗത്ത് നിന്ന്, അതായത് സെൻട്രൽ പോയിന്റിനടുത്തായിട്ട് ലിഫ്റ്റ് പോലുള്ള സംവിധാനങ്ങൾക്ക് അടുത്തായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. എല്ലാ വിഭാഗങ്ങളിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ എല്ലാ മൂലയിലും പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ മൂലയിലും നമ്മൾക്ക് എല്ലാ കോർണറിലും കാണാൻ പറ്റുന്ന ഒന്നാണ് എന്ത്? ഹൗസ് കീപ്പിംഗ് വിഭാഗം. പിന്നെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, എക്യുപ്മെന്റുകൾ അതൊക്കെ എളുപ്പത്തിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലിഫ്റ്റ് പോലുള്ള അതിന്റെ അടുത്തായിട്ട് ഈ ഒരു വിഭാഗം പ്രവർത്തിക്കേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ,
ക്ലിയർ ആണോ? പറഞ്ഞത് ലൊക്കേഷൻ ഒക്കെ ആണോ? ഓക്കെ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ വായിച്ചോ നിങ്ങള്? എന്റെ ഓർഗാനോഗ്രാമില് വായിച്ചായിരുന്നോ? താഴേക്കുള്ളതും കൂടി ഒന്ന് വായിക്കാം കേട്ടോ. നെക്സ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്തോളൂ. ഓക്കെ, വായിച്ചു.
വായിച്ചവര് കമ്പ് ചെയ്യാട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്. അപ്പൊ ഒരു ഓർഗാനോഗ്രാം ഒന്ന് നോക്കാം കേട്ടോ. ആരൊക്കെയാണുള്ളത്, അവരുടെ ജോലികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. എന്താണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജറിന്റെ ജോലി? അയാൾ എന്താണ് ചെയ്യുന്നത് നോക്കാം. Leads the department. She should able to form, control and develop housekeeping service in the hospital. അതായത് ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിന്റെ തലവനാണ് ആര്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പിംഗ് മാനേജർ എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഹൗസ് കീപ്പിംഗ്, ഒരു ഹോസ്പിറ്റലില് ഒരു ഹൗസ് കീപ്പിംഗ് വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഹെഡായിട്ട് വരുന്നത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പിംഗ് മാനേജർ ആണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ ജോലി എന്താണ്? ആശുപത്രിയിലെ ഹൗസ് കീപ്പിംഗ് സേവനങ്ങള് ഫോം ചെയ്യാനും അത് നിയന്ത്രിക്കാനും അത് ഡെവലപ്പ് ചെയ്യാനും കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇദ്ദേഹത്തിന്റെ യോഗ്യത എന്താ പറയുന്നേ? ആശുപത്രിയിലെ ഹൗസ് കീപ്പിംഗ് സേവനങ്ങള് ഫോം ചെയ്യുന്നതിനും അത് കൺട്രോൾ ചെയ്യുന്നതിനും അത് ഡെവലപ്പ് ചെയ്യുന്നതിനും കഴിവുള്ള വ്യക്തിയായിരിക്കണം ആര്? ഹൗസ് കീപ്പിംഗ് മാനേജർ, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പിംഗ് മാനേജർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? ആരാണ് ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിന്റെ തലവൻ? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ് കേട്ടോ. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കണേ. Then next one, assistant executive housekeeper and floor supervisors. അപ്പൊ ആരാണ്, എന്താണ് അവരുടെ ജോലി എന്ന് നമുക്ക് നോക്കാം കേട്ടോ. Trained and acquainted with the housekeeping procedures and able to manage the housekeeping staff. എന്താ അവരുടെ ജോലി? അതായത് ഹൗസ് കീപ്പിംഗ് നടപടിക്രമങ്ങളിൽ പരിശീലനം ലഭിച്ചവരാണ് ആര്? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറും ഫ്ലോർ സൂപ്പർവൈസേഴ്സും. ഓക്കെ, അവർക്ക് എന്തുണ്ട്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സില് ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഈ രണ്ടു പേരും എന്ന് പറയുന്നത്. അപ്പോ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നത് ആരാണ്? ഇവരാണ്. നമ്മൾ കണ്ടിട്ടില്ല ആശുപത്രികളിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അവര് ജോലി ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അവരെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ അല്ലെങ്കിൽ ഫ്ലോർ സൂപ്പർവൈസർമാരാണ്. ഓക്കെ, അവർക്ക് വേണ്ട എന്താ പറയാ സജഷൻസും അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്താ പറയാ അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആരാണ്? ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആണ്, അല്ലെങ്കിൽ ഫ്ലോർ സൂപ്പർവൈസേഴ്സ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഹെഡ് ആരാണ്? ഹെഡ് ആരാണ് ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിന്റെ ഹെഡ്?
കമന്റ് ചെയ്തേ. ഹെഡ് ആരാണ് ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിന്റെ? ആരാ ഹെഡ്? ആരാണ്? കമന്റ് ചെയ്യൂ പ്ലീസ്, മെസ്സേജ് ചെയ്തേ. ഹൗസ് കീപ്പർ മാനേജർ ആണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നത് ആരാണ്? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നത് അതാരാ? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നത് ആരാ? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ, ഫ്ലോർ സൂപ്പർവൈസർ അല്ലേ? ഓക്കെ. ദെൻ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്, ഇവരെയാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് അല്ലേ? മോസ്റ്റ്ലി inexpert and the lowest paid, must be well familiar with the housekeeping procedures by training and education. ഹൗസ്കീപ്പിംഗ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഇൻഎക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ? അതായത് ഇൻഎക്സ്പേർട്ട്, അതായത് അധികം എന്താ പറയാ, അധികം യോഗ്യതകളോ വിദ്യാഭ്യാസപരമായിട്ടുള്ള കഴിവുകളോ അങ്ങനെയൊന്നും ഇല്ലാത്ത ആളുകളാണ് കൂടുതലായിട്ടും ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് ആവുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. വിദ്യാഭ്യാസമുള്ള ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? അൺഎംപ്ലോയ്മെന്റ് മൂലം ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യാറുണ്ട് അല്ലെ? ഇല്ലേ? ജോലികൾ ഇല്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളില്ലേ? ഡിഗ്രി ഒക്കെ ഉള്ള ആളുകള് വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ ഇൻഎക്സ്പേർട്ട് ആയിട്ടുള്ള, മോസ്റ്റ്ലി നമ്മൾ കാണുന്നത് ഇൻഎക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അതുപോലെ തന്നെ കുറഞ്ഞ ശമ്പളത്തില് ജോലി ചെയ്യുന്നവരായിരിക്കാം. അതായത് ഒരു എന്താ പറയാ, ഹോസ്പിറ്റലിൽ തന്നെയുള്ള ചിലപ്പോ ലോവസ്റ്റ് പെയ്ഡിലായിരിക്കാം എന്ത് ചെയ്യുന്നത്, ഇവര് ജോലി ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രെയിനിങ്ങിലൂടെയും അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലൂടെയും ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ് പഠിച്ചെടുക്കുന്ന വ്യക്തികളും കൂടിയാണ് ഇവര്. അതായത് ജോലി കിട്ടുമ്പോൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടായിരിക്കില്ല ഇവര് ഹോസ്പിറ്റലിലേക്ക് ജോലിക്കായിട്ട് വരുന്നത്. അവിടെ വെച്ച് ഇവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കും, പ്രോപ്പർ ആയിട്ട് എഡ്യൂക്കേഷൻ, അതായത് ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള അവയർനെസ് കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് അവരെന്ത് പഠിച്ചെടുക്കുന്നത്, ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ എംപ്ലോയീസ് പഠിച്ചെടുക്കുന്നത്. ഓക്കെ. അപ്പൊ മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും, ലോവസ്റ്റ് പെയ്ഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ അവരുടെ ട്രെയിനിങ്ങിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും എന്ത് ചെയ്യുന്നു, അവർ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം, ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്. എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടത് ഹൗസ് കീപ്പിംഗ് സർവീസിന്? ഏതൊക്കെയാണ് എന്തൊക്കെ സ്പേസ്, അവർക്ക് എത്രമാത്രം സ്പേസുകളും കാര്യങ്ങളൊക്കെ വേണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. The following facilities and space are needed for housekeeping. താഴെ പറയുന്ന കാര്യങ്ങളാണ് ഹൗസ് കീപ്പിംഗിന് വേണ്ട ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ സ്പേസ്. ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. അതായത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് എന്ത് വേണം? ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഈ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ സ്ക്രീനിൽ കാണിക്കും, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ കാണിക്കും, അതിന്റെ ഹെഡുകൾ ആരൊക്കെയാണെന്ന് കാണിക്കും. അപ്പൊ ഹൗസ് കീപ്പിംഗ് സർവീസുമായി ബന്ധപ്പെട്ടിട്ട് അത് ലീഡ് ചെയ്യുന്ന ആളാണിത് ഈ ഒരു എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന്റെ പേരൊക്കെ എഴുതി, ചിലപ്പോൾ അത് മെയിൽ ആകാം അല്ലെങ്കിൽ ഫീമെയിൽ ആകാം, അവരുടെ പേരൊക്കെ എഴുതിയിട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കാണിക്കുന്നത് കാണാം സ്ക്രീനിൽ. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഹോസ്പിറ്റലിൽ സ്ക്രീനുകളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഡോക്ടേഴ്സിന്റെ പേരുകളും അവരുടെ ഇമേജസ് ഒക്കെ വരുന്ന സ്ക്രീൻ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ കാണിക്കുന്നതാണത് പല ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ട്, ഹൗസ് കീപ്പിംഗ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തലവന്മാരുടെ ഫോട്ടോകളും അതുപോലെ തന്നെ പേരുകളൊക്കെ അതിനകത്ത് വരും കേട്ടോ. ശ്രദ്ധിച്ചാൽ മതി, അപ്പൊ കാണാൻ പറ്റും. അപ്പൊ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് എന്തുണ്ടായിരിക്കണം? ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം ഹോസ്പിറ്റലിൽ. അതുപോലെ തന്നെ ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്, അതായത് ക്ലറിക്കൽ വർക്കിന് വേണ്ടിയിട്ടുള്ള സ്പേസ് എവിടെ ഉണ്ടായിരിക്കണം? ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട് ക്ലറിക്കൽ വർക്കിന് വേണ്ട സ്പേസ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. Then office for the assistant executive housekeeper and desk or office space for supervisors. It is desirable that the floor supervisor are physically located in their concerned area of supervision where the personnel under ടീം വർക്ക് എന്നാണ് കേട്ടോ. ഡെം വർക്ക് എന്നല്ല, ടീം വർക്ക് എന്നാണ്. അതായത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ അല്ലെങ്കിൽ സൂപ്പർവൈസർമാർക്ക് എന്ത് വേണം? ഒരു സ്പേസ് ഈ ഒരു ഹോസ്പിറ്റലില്
നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ധാരാളം എംപ്ലോയീസ് ഉണ്ട്. അപ്പോ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ അടുത്ത് തന്നെ ആയിരിക്കണം ആരുടെ സ്പേസ് വേണ്ടത്, ഈ ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ അല്ലെങ്കിൽ സൂപ്പർവൈസറിന്റെ സ്പേസ് വേണ്ടത്. മാത്രമല്ല അവർക്ക് എന്താ പറയാ ടീം വർക്ക് ആയിട്ട് ജോലി ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും മറ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സൂപ്പർവൈസേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, സഹായിക്കുന്നത്. അപ്പോ അവർക്ക് വേണ്ടിയിട്ടും ഒരു സ്പേസ് നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. Then next one, storage room for housekeeping equipment. ഇനി ഹൗസ്കീപ്പിംഗ് എക്യുപ്മെന്റുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കണം, സ്റ്റോറേജ് റൂം ഉണ്ടായിരിക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ സ്റ്റോറേജ് റൂം കണ്ടിട്ടുണ്ടോ? ഹൗസ്കീപ്പിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഏരിയ കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ടോ? ഉണ്ട്, കണ്ടിട്ടുണ്ട് അല്ലെ? യെസ്. അപ്പൊ എക്യുപ്മെന്റുകൾ സൂക്ഷിക്കാനായിട്ട് സ്റ്റോറേജ് റൂം ഉണ്ടായിരിക്കുക. സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്, അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് സപ്ലൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് പ്ലേസ് ഉണ്ടായിരിക്കുക. Then housekeeping janitors closets on all floors throughout the hospital, equipped with the floor sinks and space and shelves for housekeeping equipment, carts, buckets and supplies as a part of daily routine. Supplies for daily use on the floors and department should be delivered to their closets directly. എന്താണ് janitors closet എന്ന് പറയുന്നത്? janitors അതൊരു പ്രത്യേക സ്റ്റോർ റൂം ആണോ അല്ലെങ്കിൽ ക്ലോസറ്റ് ആണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ജാനിറ്റേഴ്സ് ക്ലോസറ്റ് ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ടതാ. എന്താണത്? ഹോസ്പിറ്റലിന്റെ എല്ലാ നിലകളിലും എല്ലാ ഫ്ലോറുകളിലും ജാനിറ്റേഴ്സ് ക്ലോസറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഹൗസ് കീപ്പിംഗിന്റെ ചെറിയ സ്റ്റോർ റൂമിനെയാണ് എന്ത് പറയുന്നത്? ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ചെറിയ സ്റ്റോർ റൂം, എല്ലാ ഫ്ലോറുകളിലും ഈ ഒരു ചെറിയ സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം. അപ്പൊ ആ സ്റ്റോർ റൂമിൽ എന്തൊക്കെ സാധനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക? എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാകും? സിങ്കുകൾ ഉണ്ടാവില്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്? ബാത്റൂമിനോടൊക്കെ അടുപ്പിച്ച് നമ്മള് അതായത് നമ്മൾ വാഷ്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റിനോടൊക്കെ അടുപ്പിച്ച് എന്തുണ്ടാകും? കുറെ അധികം സ്റ്റോർ റൂമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ? അതിനകത്ത് സിങ്കുകൾ ഉണ്ടാകും, പിന്നെ ഷെൽഫുകൾ ഉണ്ടാകും, പിന്നെ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ് ഉണ്ടാകും, കാർട്ടുകൾ ഉണ്ടാവും, ബക്കറ്റുകൾ ഉണ്ടാവും, കുറെ അധികം സപ്ലൈസ് അല്ലെ? അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മോപ്പ്, പിന്നെ പിനോയില്, അങ്ങനെയുള്ള കുറെ അധികം സാധനങ്ങള് ഈ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ച് വെക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഡെയിലി റൂട്ടീന്റെ ഭാഗമായിട്ട് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഒരു ഫ്ലോറിൽ എന്തൊക്കെ സാധനങ്ങൾ, എന്തൊക്കെ എക്യുപ്മെന്റുകൾ, എന്തൊക്കെ സപ്ലൈസ് വേണം, അതൊക്കെ ഡെലിവർ ചെയ്യപ്പെടുന്നത് ഈ സ്റ്റോർ റൂമിലാണ്. അതായത് ആ ഫ്ലോറുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സ്റ്റോർ റൂമില് കുറെ അധികം സാധനങ്ങള് വെക്കേണ്ടതുണ്ട്. അപ്പോ ആ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡെലിവർ ചെയ്യുന്നത് ഈ ഒരു സ്റ്റോർ റൂമിലേക്കാണ്. പിന്നെ ഇത് വന്നിട്ട് എംപ്ലോയീസ് എടുത്തിട്ടാണ് പല ഭാഗങ്ങളിൽ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. സ്റ്റോർ റൂമിൽ ചെല്ലും, എന്നിട്ട് സാധനങ്ങൾ എടുക്കും, ക്ലീൻ ചെയ്യും, തിരിച്ച് സ്റ്റോർ റൂമിൽ സാധനങ്ങൾ കൊണ്ടുവയ്ക്കും. അങ്ങനെയല്ലേ നടക്കുന്നേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു പ്രത്യേക റൂമിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കുന്നത്? ദാറ്റ് ഈസ് ജാനിറ്റേഴ്സ് ക്ലോസറ്റ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? മനസ്സിലായോ? യെസ്. ഇനി നമുക്ക് ഫങ്ഷൻസ് ഒന്ന് നോക്കാം കേട്ടോ. The department is accountable for various tasks. The following are some of the functions. ഈ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പലതരത്തിലുള്ള ടാസ്കുകൾ, പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ആ ജോലികൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഡെയിലി ക്ലീനിങ് ആണ്. ഡെയിലി ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഡെയിലി റൂട്ടീന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ചില ജോലികൾ. നമ്മളിപ്പോ വീട്ടിലായാലും ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ നമ്മൾക്ക് എന്താണ് ആ ജോലികൾ എന്ന് നോക്കാം. This consists of sweeping and mopping floors, dusting furniture, cleaning fixture walls, ceilings, windows and bathrooms, empty trash and defrosting the refrigerators in nesting stations. അതായത് പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്നത് എന്താണ്? അതായത് നിലമൊക്കെ നല്ല രീതിയിൽ തുടയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, തൂത്ത് തുടയ്ക്കുക. നമ്മൾ വീട്ടിൽ ചെയ്യില്ലേ? ഹോസ്പിറ്റലിലെ ചേച്ചിമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ആദ്യം അവര്
നല്ല രീതിയിൽ തൂത്ത് വൃത്തിയാക്കും അല്ലെ, പൊടിയൊക്കെ അടിച്ചു വാരും. അത് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക, തുടക്കുക അല്ലെ. പിന്നെ അതുപോലെ തന്നെ പല ഏരിയകളിലും പൊടികളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തുണി ഉപയോഗിച്ച് നല്ല രീതിയിൽ തുടയ്ക്കും. പിന്നെ ഫർണിച്ചേഴ്സ്, അവിടെയുള്ള ടേബിളുകള്, കസേരകള്, അതിനകത്തൊക്കെ പൊടിയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കും. പിന്നെ ചുമരുകള് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കാറുണ്ട്. സീലിങ്ങുകള്, പിന്നെ വിൻഡോ, ജനലുകള്, കാര്യങ്ങളൊക്കെ പ്രത്യേകം തുറന്നിട്ടിടാനായിട്ട് ശ്രമിക്കും അല്ലെ, ഓപ്പൺ ചെയ്തിടാനും. അവിടെയൊക്കെ പൊടി ഉണ്ടെങ്കിൽ അത് തട്ടിക്കളയാനൊക്കെ ആര് ശ്രമിക്കാറുണ്ട്, ഈ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് ശ്രമിക്കാറുണ്ട് അല്ലെ. പിന്നെ അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ജോലിയാണ് ബാത്റൂം ക്ലീൻ ചെയ്യുക. പേഷ്യന്റെ റൂമിലായാലും വാർഡിലായാലും അവരെന്ത് ചെയ്യാറുണ്ട്, ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യാറില്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഉണ്ടോ, ചെയ്യാറുണ്ട്. അവരെന്താ ജസ്റ്റ് വരും അല്ലെ, എന്നിട്ട് വാർഡിലൊന്ന് അടിച്ചു തൂക്കും. അതുപോലെ തന്നെ ബാത്റൂമിൽ കയറി ജസ്റ്റ് ഒന്ന് അടിച്ചു തൂക്കിയിട്ടിട്ടാണ് പോണത് അല്ലെ. പക്ഷെ വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കാണാം. അതായത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക, നന്നായിട്ട് പൊടി തട്ടിക്കളയുക, അത് കസേര, മേശ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ പൊടി വൃത്തിയാക്കുക. പിന്നെ ചുമരുകളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക അല്ലെ. വിൻഡോസ് ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. ബാത്റൂം എന്തായാലും ക്ലീൻ ചെയ്യും കേട്ടോ. ഏത് ആളുകളാണെങ്കിലും ബാത്റൂം ക്ലീൻ ചെയ്യാറുണ്ട്. പേഷ്യന്റ് ഉപയോഗിക്കുന്ന റൂമിലെ ബാത്റൂം ആയാലും വാർഡിലെ ബാത്റൂം ഒക്കെ ആണെങ്കിലും അത് ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡിഫ്രോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നഴ്സിംഗ് സ്റ്റേഷനിൽ റെഫ്രിജറേറ്റേഴ്സ് ഉണ്ടാവും അല്ലെ. എന്തിനാണ് സീജ നഴ്സിംഗ് സ്റ്റേഷനിലെ റെഫ്രിജറേറ്റർ? സീജക്ക് അറിയാൻ പറ്റുമല്ലോ, എന്തിനാണ് റെഫ്രിജറേറ്റേഴ്സ്? എന്തിനാ സീജ? മരുന്നുകളൊക്കെ സൂക്ഷിച്ചു വെക്കാനാണോ? വാക്സിനും മരുന്നൊക്കെ സൂക്ഷിച്ചു വെക്കാനായിരുന്നു അല്ലേ. യെസ്, ഓക്കെ. അപ്പൊ ഇത്തരത്തില് മരുന്നുകളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് റെഫ്രിജറേറ്റർ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ഐസ് കട്ട പിടിക്കാൻ പാടുണ്ടോ ഫ്രിഡ്ജില്? നമ്മൾ വെക്കുമ്പോ, നമ്മുടെ വീട്ടിലായാലും ഐസ് കട്ട പിടിക്കുമ്പോ എന്താണ് ഉണ്ടാവുക? ഫ്രീസറിലൊക്കെ സാധനങ്ങൾ വെക്കാൻ പറ്റില്ല അല്ലെ, പ്രോപ്പർ ആവില്ല വെക്കുന്നതൊന്നും അല്ലെ. അപ്പോ ഡീഫ്രോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസ് റിമൂവ് ചെയ്യുന്നതാണ് കേട്ടോ. നഴ്സിംഗ് സ്റ്റേഷനിലെ റെഫ്രിജറേറ്ററിലെ ഐസ് റിമൂവ് ചെയ്യുന്നതിനെയാണ് ഡീഫ്രോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, പീരിയോഡിക് ക്ലീനിങ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഡെയിലി ക്ലീനിങ്ങിന്റെ ഭാഗമാണ്. ഡെയിലി ക്ലീനിങ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് പീരിയോഡിക് ക്ലീനിങ് ആണ്. പീരിയോഡിക് ക്ലീനിങ് എന്ന് പറഞ്ഞാല് ഇടയ്ക്കിടയ്ക്കുള്ള ക്ലീനിങ് ആണ്. എന്നും ചെയ്യേണ്ട കാര്യമല്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടത്. അത് ഇതിനകത്ത് ഉൾപ്പെടുന്നത് ദിസ് ഇൻക്ലൂഡ്സ് വാഷിംഗ് വിൻഡോസ്, വാക്സിംഗ് ഫ്ലോർസ്, ക്ലീനിങ് കാർപ്പറ്റ്, ഡസ്റ്റിംഗ് ഹൈ സീലിംഗ് ആൻഡ് ചേഞ്ചിങ് ഡ്രൈപ്പറീസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വരുന്നത് വിൻഡോസ് കഴുകുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഡെയിലി ക്ലീനിങ്ങിൽ വിൻഡോസ് തുടച്ച് വൃത്തിയാക്കുന്നത് പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് വരുന്നത് വിൻഡോസ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഫ്ലോറുകളൊക്കെ നല്ല രീതിയിൽ വാക്സ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, കാർപ്പറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക, പിന്നെ ഹൈ സീലിംഗ് ഒക്കെ ഉള്ള ഇതാണെങ്കിൽ അത് ക്ലീൻ ചെയ്യുക. പിന്നെ ഡ്രേപ്പറീസ് എന്ന് പറഞ്ഞാല് പ്ലീറ്റഡ് ആയിട്ടുള്ള കർട്ടൻസ് ആണ് കേട്ടോ. ചെറിയ ചെറിയ പ്ലീറ്റുകളുള്ള കർട്ടനുകൾ കാണാറില്ലേ നമ്മൾ ഹോസ്പിറ്റലില്? വളരെ ചെറിയ പ്ലീറ്റുകളുള്ള കർട്ടനുകൾ. യെസ്, അപ്പൊ പ്ലീറ്റഡ് ആയിട്ടുള്ള കർട്ടൻസ് ആണ് ഇത് ഡ്രേപ്പറീസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ് ഇത് പീരിയോഡിക് ക്ലീനിങ്ങില് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം, ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ. ദിസ് ഇൻക്ലൂഡ് കളക്ടിംഗ് ട്രാഷ് ആൻഡ് ഗാർബേജ് ഫ്രം വേരിയസ് പോയിന്റ് within the hospital and moving them to the incinerator dumpster, a very large container for rubbish. അതായത് ഹോസ്പിറ്റലിന്റെ പല ഭാഗത്തു നിന്നുള്ള വേസ്റ്റുകൾ കളക്ട് ചെയ്യുക, അത് ഇൻസിനറേറ്ററിലേക്കോ അല്ലെങ്കിൽ വലിയൊരു ഡംസ്റ്ററിലേക്കോ എന്ത് ചെയ്യുക, മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിലെ മൊത്തം വേസ്റ്റുകൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് വേറൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതാണ് ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ എന്ന് പറയുന്നത്. എന്നാൽ അടുത്ത ഡിസ്ചാർജ് ക്ലീനിങ്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കാര്യമാണ്. ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോ ക്ലീൻ ചെയ്യാറുണ്ടല്ലേ. ഒരു രോഗി, ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോ ആ സ്ഥലം ക്ലീൻ ചെയ്യാറില്ലേ? ഉണ്ട്.
അപ്പൊ നമുക്ക് നോക്കാം. This includes cleaning the patient room after discharge, transfer of a patient and make it ready for another patient. അതായത് ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോഴോ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ആ സ്ഥലം വന്ന് മറ്റൊരു പേഷ്യന്റിന് വേണ്ടിയിട്ട് റെഡിയാക്കാറുണ്ട്. അപ്പോ ഇവരെന്ത് ചെയ്യും? വന്നിട്ട് ബെഡ് കവർ മാറ്റും, പില്ലോ കവർ മാറ്റും, അല്ലെ? നന്നായിട്ട് റൂം തുടച്ച് വൃത്തിയാക്കിയിടും അടുത്ത പേഷ്യന്റിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യന്റ് പോകുമ്പോൾ ന്യൂ പേഷ്യന്റിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി ഇടാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? യെസ്, ഓക്കെ. ഇനി അടുത്തത് നോക്കാം. എക്സ്റ്റർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെസ്റ്റ്. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നേ? ആരെ കുറിച്ചാ പറയുന്നേ? എക്സ്റ്റർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെസ്റ്റ് എന്ന് നല്ല ഐഡിയ ഉണ്ടോ? ഐഡിയ ഫ്ലൈസ്, കോക്രോച്ചസ് അല്ലെ? അതായത് നമുക്കറിയാം പലതരത്തിലുള്ള കീടങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉപദ്രവകാരികളായിട്ടുള്ള ജീവികളുണ്ട്, അല്ലെ? ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ലേ? ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ അവയൊക്കെ അതിലേക്ക് വരാതിരിക്കുവോ? ഇല്ല അല്ലെ? നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള പോലെ തന്നെ ഹോസ്പിറ്റലിൽ എന്തുണ്ടാകും? പലതരത്തിലുള്ള കീടങ്ങളും ഉപദ്രവകാരികളായിട്ടുള്ള ജീവികളും ഉണ്ടാവും. അതായത് കൊതുക് ഉണ്ടാവും, ഈച്ച ഉണ്ടാവും, പാറ്റി ഉണ്ടാവും, അല്ലെ? ഉറുമ്പ് ഉണ്ടാവും, എലി ഉണ്ടാവും. ചില ഹോസ്പിറ്റലിലൊക്കെ എലി ഉണ്ടാവാറുണ്ട്, അല്ലെ? ഭക്ഷണം വേസ്റ്റ് ഒക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ടല്ല നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതെങ്കിൽ എലി എവിടെന്നെങ്കിലും ഒക്കെ കയറി വരും, അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള കൊതുക്, ഈച്ച, പാറ്റ, ഉറുമ്പ്, എലി ഇങ്ങനെയുള്ള അവയെ നശിപ്പിക്കുക, അല്ലെങ്കിൽ അവയെ പ്രോപ്പർ ആയിട്ട് കീടനാശിനിയൊക്കെ ഉപയോഗിച്ച് എന്താണ് ശരിയായിട്ടുള്ള അണുബാധ നിയന്ത്രണമൊക്കെ നടത്തി അവരെ റിമൂവ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. Then ആറാമത്തെ പോയിന്റ്, preventing spread of infection and ensuring conditions good for good patient care. അതായത് അണുബാധ പടരുന്നത് തടയുകയും രോഗികൾക്ക് മികച്ച പരിചരണവും ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉറപ്പാക്കുക. അപ്പോ നല്ല രീതിയിൽ അണുബാധ നിയന്ത്രണം പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അതായത് അണുബാധ പെട്ടെന്ന് ഇൻഫെക്ഷൻ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള കാരണത്തെ പ്രിവെന്റ് ചെയ്യുക, നല്ല രീതിയിൽ രോഗികൾക്ക് മികച്ച പരിചരണം കൊടുക്കുക. ഇതൊക്കെയാണ് ആറാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി ഏഴാമത്തെ പോയിന്റ് നമുക്കൊന്ന് നോക്കാം. വാട്ടറിങ് ഇൻഡോർ പ്ലാന്റ്സ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? വാട്ടറിങ് ഇൻഡോർ പ്ലാന്റ്സ് എന്താണ്? വാട്ടറിങ് ഇൻഡോർ പ്ലാന്റ്സ്. ഇൻഡോർ പ്ലാന്റ് എന്താ? പ്ലാന്റ് എന്താ? ഇൻഡോർ പ്ലാന്റ് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇൻഡോർ പ്ലാന്റ്? ചെടികളാണല്ലേ? നമ്മൾ അലങ്കാരത്തിനായിട്ട് വളർത്തുന്ന ചെടികളാണ് ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാല്. അപ്പൊ അവയ്ക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ, ചില ഹോസ്പിറ്റലൊക്കെ നമ്മൾ ചെല്ലുമ്പോ അകത്തെ ഏരിയകളിൽ, അതായത് ഹോസ്പിറ്റലിന്റെ തീരെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള റീജിയണിലല്ല ഉണ്ടാവും. ചിലപ്പോ അകത്തൊക്കെ ഗാർഡൻ ഏരിയ പോലെയൊക്കെ ഉണ്ടാവും, മുറ്റം പോലെയൊക്കെ ഉണ്ടാവും ചില സൈഡിലൊക്കെ. അപ്പൊ കുറെ അധികം ട്രീസും ചെടികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലെ? ചില ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ പിന്നെ അകത്ത് അലങ്കാരത്തിനായിട്ട് റിസപ്ഷൻ ഏരിയ അങ്ങനെയുള്ള ചില ഏരിയകളിലൊക്കെ എന്ത് വെച്ചിട്ടുണ്ടാകും? ചെടികൾ വെച്ചിട്ടുണ്ടാവും. അപ്പോ അകത്ത് വളർത്തുന്ന ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ വെള്ളം നൽകുക, അവർക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക? വെള്ളം ചെടി നനക്കുക എന്ന് പറയുമല്ലോ, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹൗസ് കീപ്പിംഗ് വിഭാഗമാണ്. ക്ലിയർ ആണോ? യെസ്. ഇനി നിങ്ങൾ ആ താഴേക്കുള്ള ടേബിൾ ഒന്ന് വായിച്ചോളൂ കേട്ടോ. ടേബിള്
ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ടേബിൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. 2 രീതിയിലാണ് ഹൗസ് കീപ്പിംഗ് സർവീസ് ഉള്ളത് കേട്ടോ. ഒന്ന് ഇൻ ഹൗസ് സർവീസ്, 2 ഔട്ട് സോഴ്സിംഗ് സർവീസ്. ഒന്ന് അകത്തു നിന്നുള്ള, അതായത് ഹോസ്പിറ്റൽ വിത്തിൻ ദ ഹോസ്പിറ്റലിലുള്ള സർവീസ് ആണ് ഇൻ ഹൗസ് സർവീസ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള സേവനമാണത് ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ പറയാം. ഓക്കെ, അപ്പൊ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇനി എത്ര ചാപ്റ്റർ എടുക്കാനുണ്ട് നിങ്ങൾക്ക്? ഇപ്പൊ ഞാനിന്ന് ഹൗസ് കീപ്പിംഗ് സർവീസ് എടുത്തു. ഇനി എത്ര ചാപ്റ്റർ ഉണ്ട്? ഒന്ന് നോക്കി. എന്താ? ഒരെണ്ണേ ഉള്ളൂ, 9ാമത്തെ ചാപ്റ്റർ. ഏതായിരുന്നു ആ ചാപ്റ്ററിന്റെ പേരെന്താ? മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഡൗട്ട് ഒന്നുമില്ല? ഓക്കെ ആണ്, എല്ലാവർക്കും മനസ്സിലായി? അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Okay. ഓക്കെ, താങ്ക് യു. Thank you, ma'am. നാളെ കാണാം. ഓക്കെ, ബൈ. Bye. ബൈ മാം.